ഒന്നുകിൽ ഇറാനെ തീർക്കുക, അതല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഉതകുന്ന രീതിയിൽ ഒരു കരാറിൽ, ഒരു സമാധാന ചർച്ചയിൽ മുന്നോട്ട് നീങ്ങാമെന്ന് കഴിഞ്ഞ ദിവസം പോലും മുറവിളി കൂട്ടിയ ട്രംപ് ഇന്നിപ്പോൾ ഈ 60 ദിവസം പിന്നിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ, മെയ് 1 എന്ന ട്രംപിൻ്റെ അവസാന ദിവസം, കൗണ്ട് ഡൗൺ അവസാനിച്ച സാഹചര്യത്തിൽ ഇനി മറ്റ് നിവൃത്തിയില്ലാതെയല്ലേ ഇത് അവസാനിപ്പിച്ചിരിക്കുന്നത്? ഇന്ന് പറയാൻ സാധിക്കില്ല. കാരണം ട്രംപ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം 60 ദിവസങ്ങൾക്കുള്ളിൽ ഈ മിലിറ്ററി ഓപ്പറേഷൻസ് ടെർമിനേറ്റ് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് കോൺഗ്രസിന്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു പക്ഷേ ഇതൊരു തന്ത്രപരമായ ഒരു നീക്കമാണ്. ഇതുകൊണ്ട് അദ്ദേഹത്തിന്റെ, ട്രംപിന്റെ ഉദ്ദേശങ്ങളെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബട്ടൺ എന്ന രീതിയിൽ നിലവിൽ പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയതുപോലെ താൽക്കാലികമായി യുദ്ധം അവസാനിപ്പിച്ചു, ഇനി വേണമെങ്കിൽ പുതിയൊരു യുദ്ധം എന്ന രീതിയിൽ വീണ്ടും ഇറാനെതിരെ തിരിഞ്ഞേക്കാമല്ലേ? അല്ല, ട്രംപ് ഇപ്പോൾ പറയുന്ന ഇതാണ്. ഒന്ന്, ഈ 60 ഡേ വിൻഡോ കാരനാണ് അദ്ദേഹം പറയുന്നത് യുദ്ധം ടെർമിനേറ്റ് ചെയ്തല്ലോ, അപ്പൊ പിന്നെ കോൺഗ്രസിനടുത്ത് പോകേണ്ട ആവശ്യമില്ല. അതൊന്ന്. രണ്ടാമത്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ബ്ലോക്കേഡ് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഇറാന് ഒരു ദിവസം $500 മില്യൺ നഷ്ടം ഉണ്ടാവുമെന്ന് പറഞ്ഞു, ഓയിൽ എക്സ്പോർട്ട്സ് ഇല്ലാത്ത കാരണം. പക്ഷേ അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ എപ്പോഴും ശരിയല്ല. കാരണം $500 മില്യൺ നഷ്ടം വരണമെങ്കിൽ 5 മില്യൺ ബാരൽസ് ഇറാൻ എക്സ്പോർട്ട് ചെയ്യണം. ഇറാൻ ഇതുവരെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഏതാണ്ട് 2 മില്യൺ ബാരൽസ് ആണ്, മനസ്സിലായില്ലേ, എ ഡേ. അപ്പോ അത് $200 മില്യൺ ആവുള്ളൂ. അതൊന്ന്. പിന്നെ വേറൊന്നുള്ളത്, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പമ്പില് ഡ്രൈവ് ചെയ്യണവര് പെട്രോൾ പമ്പില് വില കൂടിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് പബ്ലിക് സപ്പോർട്ട് ഈ യുദ്ധത്തിനെ സംബന്ധിച്ചിടത്തോളം താഴോട്ട് പോകുന്നു. ഏതാണ്ട് 33-34% മാത്രമേ ഇതിനെ അപ്രൂവ് ചെയ്യുന്നുള്ളൂ. ഏതാണ്ട് 64% ഇതിനെ എതിർക്കുന്നു. അപ്പോൾ ട്രംപിന് ഇപ്പോ ഒരു ട്രബിൾ സ്പോട്ടിലാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ വിചാരിക്കുന്നത്, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, ഈ ബ്ലോക്കേഡ് കണ്ടിന്യൂ ചെയ്താൽ ഇറാന് ബുദ്ധിമുട്ടാകും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ട്രംപ് എന്താ പറയുന്നത്, ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് എല്ലാവർക്കും ഉപയോഗിക്കാം, എല്ലാ രാജ്യങ്ങൾക്കും ഉപയോഗിക്കാം. പക്ഷെ ഇറാൻ അത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇനി ഇറാൻ ലിങ്ക്ഡ് ഷിപ്പ് കനോട്ട് ഗോ ദെയർ, മനസ്സിലായില്ലേ? അപ്പൊ അതെനിക്ക് നടക്കും തോന്നുന്നില്ല. പിന്നെ ട്രംപ് ഈ അടുത്ത് ഒരു പടം കാണിച്ചു. അതില് സ്റ്റേറ്റ് ഓഫ് ഹോർമൂസ് എന്നുള്ളതിന് പകരം അദ്ദേഹം സ്റ്റേറ്റ് ഓഫ് ട്രംപ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ അരഗൻസും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ പിന്നെ അദ്ദേഹം ചൈനയിലേക്ക് പോവുകയാണ്. അപ്പോ അതിനു മുമ്പ് ഈ യുദ്ധം പരിപൂർണമായിട്ട് അവസാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചൈനയ്ക്ക് ട്രഷറി ബോൺസിൽ, അമേരിക്കൻ ട്രഷറി ബോൺസിൽ ഒരു വലിയ പങ്കുണ്ട്. അവർ ഏതാണ്ട് $745 ബില്യൺ ട്രഷറി ബോൺസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അവരത് മാർക്കറ്റിലേക്ക് ഇടുവാണെങ്കിൽ അമേരിക്കയുടെ ട്രഷറി ബോണ്ടിന്റെ വിലത്തിന് കുഴപ്പമുണ്ടാകും, അമേരിക്കയുടെ ബഡ്ജറ്റിനും കുഴപ്പമുണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് 14-ാം തീയതിയാണ് അദ്ദേഹം ബെയ്ജിങ്ങിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അതുവരെ കാത്തിരിക്കാം. അതായത് ഇപ്പോൾ ട്രംപ് ഈ പറയുന്നത് പോലെ തന്നെ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഉപരോധം ഏർപ്പെടുത്തുക, ഇറാൻ ഉപയോഗിക്കരുതെന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള ഒരു വിഷയമല്ല. അതുപോലെ ഹോർമുസിന്റെ പേര് മാറ്റുക, ഇത്തരത്തിൽ ഇറാൻ നാവികസേനയുടെ മേലൊരു കണ്ണ് വയ്ക്കുക, അങ്ങനെ പ്രായോഗികമല്ലാത്ത ചില വശങ്ങൾ അത് ഇറാന് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായി ഇറാൻ അത് അംഗീകരിക്കില്ല എന്നുള്ളത് ആർക്കും തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ഇതിനൊരു വിരാമം ഉണ്ടാകരുത് എന്ന് കരുതിക്കൂട്ടി ട്രംപ് നടത്തുന്ന ശ്രമങ്ങളാണോ ഇതൊക്കെ? എന്താ പറയാ, എന്റെ അഭിപ്രായത്തിൽ ട്രംപിന്റെ താല്പര്യങ്ങളും അമേരിക്കയുടെ താല്പര്യങ്ങൾ നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വിക്ടറി ഡിക്ലെയർ ചെയ്ത് ഇന്ന്
പരിപൂർണമായിട്ട് നിർത്താം. പക്ഷെ അത് നിർത്തുമ്പോൾ അത് നെതന്യാഹുവിന് ഇഷ്ടമാവില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കഴിഞ്ഞോണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചോദ്യം, ട്രംപ് ഒരു ഇൻഡിപെൻഡന്റ് ആക്ടറാണോ അതെയോ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നെതന്യാഹു പറയുന്നത് അത് കേട്ട് ചെയ്യണമോ? അതാണ് ചോദ്യം. അപ്പോ ഇതിനുള്ള ഉത്തരം നമുക്ക് ഇതുവരെ ശരിയായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ അവസ്ഥയിൽ ട്രംപ് നെതന്യാഹുവിനെതിരായിട്ട് പോകുന്നതിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. വ്യക്തമായൊരു ഉദാഹരണമല്ലേ? അതായത് ട്രംപ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 24 മണിക്കൂറിനകം 6500 ടൺ യുദ്ധസാമഗ്രികളാണ് അമേരിക്ക ഇസ്രയേലിലേക്ക് കയറ്റി അയച്ചിട്ടുള്ളത്. അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കുന്നെങ്കിലും ഇസ്രയേൽ അത് അവസാനിപ്പിക്കാൻ തയ്യാറല്ല. ഇസ്രയേലിനെ മുൻനിർത്തി ഇറാൻ ഇതുവരെ പ്രോക്സികളെ എങ്ങനെ മുൻനിർത്തി കളിച്ചോ അതുപോലെ അമേരിക്കയുടെ പ്രോക്സിയാക്കി ഇസ്രയേലിനെ നിർത്തി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണെന്നുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ലല്ലോ, അല്ലേ? അതിന് സാധ്യതയുണ്ട്, പക്ഷെ ഞാൻ അതിന് കൂടുതൽ വില കൊടുക്കുന്നില്ല. കാരണം ഇസ്രയേൽ തന്നെ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാന്റെ പ്രതികരണം വളരെ ശക്തമായിരിക്കും. അത് ഇസ്രയേലിന്റെ മേലെ ഉണ്ടാകും, GCC കൺട്രീസിന്റെ മേലെ ഉണ്ടാകും. അപ്പൊ അവർക്ക് എല്ലാവർക്കും ദേഷ്യം വരും ട്രംപിനോട്. അത് ആർക്കും തോന്നില്ല. പിന്നെ വേറെന്നുള്ളത്, ട്രംപ് ഇതിൽ നിന്നും പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഒരു $8.6 ബില്യൺ മിലിറ്ററി സെയിൽസ് സൗദി അറേബ്യയ്ക്കും ഖത്തറിനും ഈ അടുത്ത ദിവസം അംഗീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നോക്കണം നമ്മൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.